നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിമാലി വാളറ 5-ാം മൈൽക്കുടിയിൽ ആദിവാസി യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് 5-ാം മൈൽക്കുടി സ്വദേശിനി ജലജ. സംഭവത്തിൽ ജലജയുടെ ഭർത്താവ് ബാലകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് KK ശിവരാമൻ. LDF കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരിക്കണമെന്ന തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയതെന്നും ശിവരാമൻ. ഉപ്പുതറ 3-ാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു. ഇതോടെ തൊഴിലാളികൾ കഴിയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ ജീവൻ പണയം വെച്ച്. അടിമാലി ആനച്ചാൽ 2-ാം മൈൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് കൂറ്റൻ മരശിഖരം ഒടിഞ്ഞു വീണു. പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിൽ. വിശദമായ വാർത്തകൾ. അടിമാലി വാളറ 5-ാം മൈൽക്കുടിയിൽ ആദിവാസി യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. 5-ാം മൈൽക്കുടി സ്വദേശിനി ജലജയാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ജലജയുടെ ഭർത്താവ് ബാലകൃഷ്ണനെ അടിമാലി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബാലകൃഷ്ണന്റെ 2ാം ഭാര്യയാണ് ജലജ. ബാലകൃഷ്ണന്റെ ആദ്യ ഭാര്യയിലുള്ള മക്കളുടെ പക്കൽ നിന്നും ജലജ പണം കടമായി വാങ്ങിയിരുന്നു. ഇത് തിരികെ നൽകാത്തത് ബാലകൃഷ്ണൻ ചോദ്യം ചെയ്തു. തുടർന്ന് മദ്യലഹരിയിലായിരുന്ന ബാലകൃഷ്ണൻ കഴിഞ്ഞ രാത്രിയിൽ തർക്കത്തിൽ ഏർപ്പെടുകയും ജലജയെ വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇടുക്കി ഡിവൈഎസ്പി ജിൽസൺ മാത്യു സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് സംഘവും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് KK ശിവരാമൻ. LDF കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരിക്കണമെന്ന തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയതെന്നും ശിവരാമൻ പറഞ്ഞു. കൺവീനർ സ്ഥാനത്ത് ഞാൻ മാറിയല്ല, മാത്രമല്ല ഞങ്ങളുടെ പാർട്ടിക്ക് 4 ജില്ലകളിലാണ് കൺവീനർ സ്ഥാനം. ആ 4 ജില്ലകളിലും സംസ്ഥാന ജില്ലാ സെക്രട്ടറിമാർ കൺവീനർമാരായിരിക്കണം അതുകൊണ്ട് പാർട്ടി സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞാൻ കൺവീനർ സ്ഥാനത്ത് ഒഴിയുന്നു. മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങളൊക്കെ വാർത്തകൾ കൊടുക്കുന്നു, നീക്കിയെന്നോ ആരാണ്ടൊക്കെ പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നൊക്കെ ചാനലുകൾ പറയുന്നുണ്ട്. എന്നോടാരും പറഞ്ഞിട്ടില്ല. ഇതിപ്പം നിങ്ങളെല്ലാം കൂടി കൊടുത്ത എൻ്റെ പേരൊരു നടപടി എടുത്തു എന്ന ധാരണ നാട്ടുകാരുണ്ടാക്കുന്ന തരത്തിലാണ് ചാനലുകളിൽ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു അതിൻ്റെ ഭാഗമാണെന്ന് എനിക്കറിയില്ല. എന്നോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല, പാർട്ടി സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കുറേ കാലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. അതിലേതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് CPIക്ക് വിരുദ്ധമാണെന്നോ ഇടതുപക്ഷത്തിൻ്റെ പൊതുനയത്തിന് വിരുദ്ധമാണെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. ഉപ്പുതറ 3-ാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു. ഇതോടെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ ജീവൻ പണയം വെച്ചാണ് തൊഴിലാളികൾ കഴിയുന്നത്. പീരുമേട് ടീ കമ്പനിയുടെ ഭാഗമായ ഉപ്പുതറ ചീന്തലാർ 3-ാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരയാണ് മഴയിലും കാറ്റിലും തകർന്നത്. പീരുമേട് ടീ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികൾ താമസിക്കുന്ന ഇവിടുത്തെ ലയങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ട യാതൊരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതോടെ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിലാണ് തൊഴിലാളികളുടെ ജീവിതം. പലരും താമസ സ്ഥലങ്ങൾ വാസയോഗ്യമല്ലാത്തതിനാൽ ഇവിടെ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറി. അവശേഷിക്കുന്ന തങ്ങൾ ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിലാണ് കഴിയുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. 20 വർഷമായിട്ട് ഞങ്ങൾക്ക് സർക്കാരിന്റെ വീട് പോലുമില്ല. 20 വർഷവും ഞങ്ങൾ ഈ എക്സൈറ്റ് കിടന്ന് യാതന അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം സർക്കാരിൽ നിന്നും ഉണ്ടാകണം. കാറ്റ് വന്ന് കാറ്റെടുത്ത് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് ഓടാൻ പോലും ഒരു മാർഗ്ഗമില്ല. ഞാനാണെങ്കിൽ 3 മാസമായിട്ട് കാലുവേദന രോഗിയായിട്ട് 20 മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായിട്ട് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലയങ്ങളുടെ പുനരധിവാസത്തിനും വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനും വേണ്ട യാതൊരു നടപടിയും മാറി മാറി വരുന്ന സർക്കാരുകളോ ജനപ്രതിനിധികളോ സ്വീകരിക്കുന്നില്ലെന്നാണ് തൊഴിലാളികളുടെ ആരോപണം. രോഗികളും പ്രായമായവരും ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാറായ ലയങ്ങളിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. ലയങ്ങളുടെ നവീകരണം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. കാൻസറായ ഞാൻ ഈ വയ്യാത്ത പുള്ളിയെ ഇട്ടുകൊണ്ട് ഞങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് ഞങ്ങൾ അനുഭവിക്കാൻ സർക്കാർ ഞങ്ങൾക്കൊന്നും സഹായിക്കുന്നില്ല. ഞങ്ങൾ ചത്തോ ഉണ്ടാകുന്ന പോലും സർക്കാർ തിരക്കുന്നില്ല. അത്ര കടന്ന് ഞങ്ങൾ കിടന്ന് അനുഭവിക്കുമോ സാറേ?
ഒരു ആശുപത്രി പോയി ഒരു ഗുളിക വാങ്ങിക്കാൻ ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഒരു ഗുളിക വാങ്ങിക്കാൻ ഒരു കിലോ അരി വാങ്ങിക്കാൻ ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല. ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? ലയങ്ങളിൽ താമസിക്കുന്നവർ പലരും ജീവിക്കുവാൻ യാതൊരുവിധ നിർവാഹവുമില്ലാത്ത സാധാരണക്കാരാണ്. വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അടിയന്തര ശ്രദ്ധ നൽകി ലയങ്ങളുടെ നവീകരണം നടത്തണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. അടിമാലി ആനച്ചാൽ 2-ാം മൈൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് കൂറ്റൻ മരശിഖരം ഒടിഞ്ഞു വീണു. രാവിലെയായിരുന്നു അപകടം നടന്നത്. അപകടത്തിൽ നിന്നും വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. ആനച്ചാൽ 2-ാം മൈൽ റോഡിൽ ചിത്രപുരത്തായിരുന്നു അപകടം സംഭവിച്ചത്. ഓടിക്കൊണ്ടിരുന്ന ഒമിനി വാനിന് മുകളിലേക്ക് പാതയോരത്ത് നിന്നിരുന്ന കൂറ്റൻ മരത്തിന്റെ ശിഖരം ഒടിഞ്ഞു വീഴുകയായിരുന്നു. അടിമാലി ഭാഗത്തു നിന്നും മൂന്നാറിലേക്ക് പോകുകയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ നിന്നും വാഹനത്തിലുണ്ടായിരുന്നവർ കാര്യമായ പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെട്ടു. മരശിഖരം പതിച്ചതിനെ തുടർന്ന് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. മരം വീണതോടെ മേഖലയിൽ ഗതാഗതവും സ്തംഭിച്ചിരുന്നു. പിന്നീട് മരം മുറിച്ചു നീക്കിയ ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളും മുമ്പോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുകയാണ്. തൊഴിലാളികളുടെ കൂലിയും സാധനങ്ങളുടെ വിലയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. പൊതുവിപണിയിലെ വിലക്കയറ്റം കുടുംബ ബജറ്റിനി എന്ന പോലെ ഹോട്ടൽ വ്യവസായത്തെയും പ്രതികൂലമായി ബാധിക്കുകയാണ്. ഉപ്പ് തൊട്ട് സകല വസ്തുക്കളുടെയും വിലയിൽ സമീപകാലത്ത് വലിയ വർധനവ് ഉണ്ടായിട്ടുള്ളതായി ഹോട്ടൽ നടത്തിപ്പുകാർ പറയുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും മീനിന്റെയും എല്ലാം വില വർദ്ധിച്ചു. മറ്റ് അവശ്യ വസ്തുക്കൾക്കും വില വർധനവുണ്ടായതായി ഹോട്ടൽ ഉടമകൾ പറയുന്നു. നമുക്ക് പച്ചമുളക് മുതൽ തക്കാളി, ക്യാരറ്റ്, ചിക്കൻ എല്ലാ ഐറ്റത്തിനും, അതോടൊപ്പം തന്നെ മൈദയ്ക്കടക്കം വില കൂടി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഒരു രീതിയിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ചെറുതായിട്ട് ഒരു വില വർധനവ് ആവശ്യമായി വന്നിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് പൊറോട്ട പോലെയുള്ള ഐറ്റത്തിന് ഒരു രൂപ കൂട്ടിക്കൊണ്ടാണ് നമുക്ക് വില വർധനവ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ ഇപ്പോൾ നമുക്ക് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം ഒരു നോട്ടീസ് തരുന്ന സാഹചര്യം ഉണ്ടായി. അത് നമുക്ക് നിയമപരമായിട്ട് അങ്ങനെ ഒരു ഉടമസ്ഥന് തന്നെ വില നിശ്ചയിക്കാവുന്ന സാഹചര്യമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ അത് കിട്ടുന്ന ഐറ്റത്തിന് വില കുറയാണ്ട് നമുക്ക് എങ്ങനെ ആ സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ ഒരു ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? എത്ര കുടുംബങ്ങളാണ് ഈ ഹോട്ടലുകൾ വഴി ജീവിക്കുന്നത്? പാചകവാതക വിലവർധനവും വെല്ലുവിളിയാണ്. സാധനങ്ങളുടെ വിലവർധനവിനൊപ്പം തൊഴിലാളികളുടെ കൂലിയും വൈദ്യുതി ചാർജും വാടകയും ഒക്കെയാകുന്നതോടെ പല ചെറുകിട ഹോട്ടൽ ഉടമകൾക്കും മിച്ചം ലഭിക്കുന്നത് തുച്ഛമായ തുകയാണ്. വിനോദസഞ്ചാര സീസൺ ഒഴിയുന്നതോടെ ഹോട്ടലുകളിൽ തിരക്ക് കുറയും. പിന്നീട് ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും വേണം വാടകയും മറ്റിതര ചിലവുകളും വഹിക്കാൻ. അധിക സാമ്പത്തിക ബാധ്യത താങ്ങാനാകാതെ ചെറുകിട ഹോട്ടലുകളിൽ പലതിനും പൂട്ടുവീണു. ചിലർ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്നടക്കം ഹോട്ടൽ വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പൂപ്പാറ കൂട്ടബലാത്സംഗ കേസിലെ 2-ാം പ്രതിക്ക് 33 വർഷം തടവ് ശിക്ഷ വിധിച്ചു. മധ്യപ്രദേശ് മണ്ഡല സ്വദേശി KM സിംഗ് അയമിനെയാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തി കോടതി ശിക്ഷിച്ചത്. ദേവികുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോർട്ട് പോക്സോ ജഡ്ജ് ജോൺസൺ MI ആണ് ശിക്ഷ വിധിച്ചത്. വിവിധ വകുപ്പുകളിലായാണ് 33 വർഷം തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത്. പിഴസംഖ്യ പ്രതി അടയ്ക്കാതിരുന്നാൽ 1 വർഷം അധിക കഠിന തടവും കോടതി വിധിച്ചു. പിഴസംഖ്യ പ്രതി അടയ്ക്കുകയാണെങ്കിൽ തുക പെൺകുട്ടിക്ക് നൽകുവാനും കൂടാതെ ഇടുക്കി ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ വിക്ടിം കോമ്പൻസേഷൻ സ്കീമിൽ നിന്നും നഷ്ടപരിഹാരം അനുവദിക്കുവാനും കോടതി ഉത്തരവായി. വിവിധ വകുപ്പുകളിലെ ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നതിനാൽ പ്രതി 20 വർഷം കഠിന തടവ് അനുഭവിച്ചാൽ മതിയാകും. 2022 കേസിന് ആസ്പദമായ സംഭവം നടന്നത്. വെസ്റ്റ് ബംഗാളിൽ നിന്നും ജോലിക്കായി മാതാപിതാക്കളോടൊപ്പം വന്നതായിരുന്നു 15 വയസ്സുകാരിയായ പെൺകുട്ടി. രാജകുമാരിയിലായിരുന്നു പെൺകുട്ടി താമസിച്ചിരുന്നത്. തുടർന്ന് പെൺകുട്ടിയും കുടുംബവുമായി സൗഹൃദത്തിലായ 1-ാം പ്രതി മഹേഷ് കുമാർ യാദവ് പെൺകുട്ടിയെ 2-ാം പ്രതി താമസിക്കുന്ന ഖജനാപ്പാറയിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് 1-ാം പ്രതി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പെൺകുട്ടിയെ 2-ാം പ്രതി ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും ഓട്ടോറിക്ഷയിലും ബസ്സിലുമായി പൂപ്പാറയിലേക്ക് കൊണ്ടുപോവുകയും പൂപ്പാറ ബിവറേജിൽ നിന്നും മദ്യം വാങ്ങിയ ശേഷം താഴ്ഭാഗത്തുള്ള തേയിലത്തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് 2-ാം പ്രതിയും പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. ഈ കേസിൽ 2 പ്രതികളാണുണ്ടായിരുന്നത്. അതിൽ 1-ാം പ്രതി വിചാരണ വേളയിൽ ജാമ്യത്തിൽ പോവുകയും തുടർന്ന് ഒളിവിൽ പോവുകയും ചെയ്തു.
തുടർന്ന് രണ്ടാം പ്രതിയാണ് നിലവിൽ ഈ കേസിൽ വിചാരണ നേരിട്ടത്. ഈ സംഭവത്തിന്റെ തുടർച്ചയായി ഇതേ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്തതിന് ശാന്തൻപാറ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസിൽ ആ കേസിലെ 1, 2, 3 പ്രതികളെ ഇതേ കോടതി ഈ വർഷം ജനുവരി മാസം 90 വർഷം കഠിന തടവിന് വിധിച്ചിരുന്നു. രാജാക്കാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പങ്കജാക്ഷൻ ബി അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്മിജു കെ ദാസ് കോടതിയിൽ ഹാജരായി. മാങ്കുളത്ത് ജനവാസ മേഖലയിൽ കണ്ടെത്തിയ രാജവെമ്പാലയെ പിടികൂടി നീക്കി. മാങ്കുളം താളുംകണ്ടം കുടിയിലായിരുന്നു പാമ്പിനെ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പിന്റെ ഇടപെടലിലൂടെ പാമ്പിനെ പിടികൂടി ഉൾവനത്തിൽ തുറന്നുവിട്ടു. മാങ്കുളത്ത് ജനവാസ മേഖലയിൽ രാജവെമ്പാലയെ കണ്ടെത്തി. മാങ്കുളം താളുംകണ്ടം കുടിനിവാസിയായ ശതാവേലിൽ ജയന്റെ വീട്ടുമുറ്റത്തിന് സമീപം പഴയ സാധന സാമഗ്രികളും മറ്റും കൂടിക്കിടന്നിരുന്നിടത്തു നിന്നുമാണ് പാമ്പിനെ കണ്ടെത്തിയത്. പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ വീട്ടുടമസ്ഥർ വിവരം സമീപവാസികളെ അറിയിച്ചു. വലിയ രാജവെമ്പാലയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ നാട്ടുകാർ വിവരം വനം വകുപ്പിനെ അറിയിച്ചു. വനം വകുപ്പിന് കീഴിലുള്ള RRT സംഘമെത്തി പാമ്പിനെ പിടികൂടി മാറ്റി. 17 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത്. പിടികൂടിയ പാമ്പിനെ നേര്യമംഗലം വനമേഖലയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് യോഗം സംഘടിപ്പിച്ചു. തോപ്രാങ്കുടിയിൽ വെച്ച് നടത്തിയ യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ തോപ്രാങ്കുടി ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ഡോളി സുനിലിന്റെ വിജയത്തിനായാണ് UDFന്റെ നേതൃത്വത്തിൽ യോഗം സംഘടിപ്പിച്ചത്. തോപ്രാങ്കുടി ടൗണിൽ വെച്ച് നടത്തിയ പരിപാടി DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KB സെൽവം ഉദ്ഘാടനം ചെയ്തു. വരുന്ന 6 വർഷക്കാലത്തേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒറ്റുകൊടുത്ത് 30 വെള്ളിക്കാശിന് യേശുദേവനെ ഒറ്റുകൊടുത്ത യുവദാസിനെ പോലെ യുവദാസിയായിട്ട് ഈ പാർട്ടിയെ ഒറ്റുകൊടുത്ത് കടന്നുപോയ രാജീവ് ചന്ദ്രന്റെ ആ കാലാവധി തീരും മുൻപ് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അവരെ അയോഗ്യയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ഈ വേദിയിലേക്ക് പോരെ. ഈ വേദിയിൽ ഞങ്ങൾ ഈ ഓർഡറിന്റെ കോപ്പി കാണിച്ചു കൊടുക്കാം, വായിച്ചർത്ഥം പറഞ്ഞു കൊടുക്കാം. ഇതിനെ നിഷേധിക്കാൻ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പുണ്ടോ? നിങ്ങൾ പറയൂ. ആളുകളെ കബളിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ബൈക്ക് കിട്ടുമ്പോൾ എന്ത് വേണമെങ്കിലും പറയാൻ പറ്റുമോ? UDF വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നേൽ അധ്യക്ഷനായിരുന്നു. DCC സെക്രട്ടറി ജെയ്സൺ K. ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി വിജയകുമാർ മറ്റക്കര, UDF കൺവീനർ VA ഉലഹന്നാൻ, അഡ്വക്കേറ്റ് എബി തോമസ്, അഭിലാഷ് പാലക്കാട്, ഐപ്പ് അറുകാക്കൽ, ബുഷ് കണ്ണഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു. മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDF നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരിയിൽ വെച്ച് നടത്തിയ പരിപാടി UDF ഇടുക്കി ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 4 നടക്കുന്ന മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും എപ്പോഴും കയറിച്ചെല്ലാവുന്ന ഒരു ആശ്രയമാറിയുന്ന സാമ്പത്തിക സ്ഥാപനങ്ങളാണ് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ എന്നുള്ളത്. ആ സ്ഥാപനങ്ങളെ എല്ലാം ഇന്ന് തകർത്ത നിലയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമാണ്. കേരളത്തിൽ കേരള ബാങ്ക് ഇല്ലെന്നാക്കിയത് എന്ന് പറയുന്നത് ശ്രീ പിണറായി വിജയൻ്റെ ഒറ്റ ധാർഷ്ട്യം കൊണ്ടും അദ്ദേഹത്തിൻ്റെ പിടിവാശി കൊണ്ടുമാണ്. ഇവിടെ ജില്ലാ ബാങ്ക് ഇല്ലെന്നാക്കി കേരള ബാങ്ക് എന്നുള്ള സ്ഥാപനം കൊണ്ടുവന്ന് ഇന്ന് കേരള ബാങ്കിനെ കൊണ്ട് ഈ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു സ്ഥാപനമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് UDF സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണം നൽകി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ വിനോദ് ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ KM സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. ജോയി കൊച്ചുകരോട്ട, വിജയകുമാർ മറ്റക്കര, അഡ്വക്കേറ്റ് KB സെൽവം, ജെയ്സൺ K. ആന്റണി, മിനി സാബു, നോബിൾ ജോസഫ്, തങ്കച്ചൻ കാരക്കാവയലിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മുരിക്കാശ്ശേരി ടൗണിൽ പ്രകടനവും നടത്തി. ദേശീയ തയ്യൽ തൊഴിലാളി യൂണിയൻ കട്ടപ്പന മേഖലാ സമ്മേളനം കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു. സംസ്ഥാന പ്രസിഡന്റ് ആമ്പൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ദേശീയ തയ്യൽ തൊഴിലാളി യൂണിയൻ കട്ടപ്പന മേഖലാ സമ്മേളനം കട്ടപ്പന പ്രസ് ക്ലബ്ബ് ഹാളിൽ വെച്ചാണ് നടന്നത്. സംസ്ഥാന പ്രസിഡന്റ് ആമ്പൽ ജോർജ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ഔദാര്യമല്ലെന്നും അവകാശമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏതു സർക്കാർ അധികാരത്തിലെത്തിയാലും ക്ഷേമനിധി അംഗങ്ങളുടെ ആനുകൂല്യം ഇല്ലാതാക്കാൻ സാധിക്കില്ല. അർഹതപ്പെട്ട ആനുകൂല്യം വാങ്ങിയെടുക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ആമ്പൽ ജോർജ് പറഞ്ഞു. ഇതാരും ഔദാര്യം തന്നെയല്ല. ഏത് സർക്കാർ മാറി വന്നാലും, കോൺഗ്രസ് വന്നാലും, കമ്മ്യൂണിസ്റ്റ് വന്നാലും, BJP വന്നാലും, ഇതാരുടെയും ഔദാര്യമല്ല.
ഈ ക്ഷേമനിധി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ബുക്കിൻ്റെ പുറകിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇതാരുടെ ഔദാര്യമല്ലെന്ന്. ഇത് നമ്മുടെ അവകാശമാണ്. അതേസമയം ഔദാര്യമുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ് ഈ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കുന്ന ആളുകൾക്ക് ഔദാര്യം തന്നതാണ് സർക്കാർ. അത് തരാതിരിക്കാം. പക്ഷേ ഈ ആനുകൂല്യം എന്ന് പറയുന്നത്, ക്ഷേമനിധി ആനുകൂല്യം എന്ന് പറയുന്നത് ഒരു സർക്കാരിനും മാറ്റിവെക്കാൻ കഴിയില്ല. ഇത് നക്സലുകാർ ഭരണത്തിൽ വന്നാൽ പോലും ഈ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നീക്കിവെക്കാനോ മാറ്റിവെക്കാനോ കഴിയില്ല. വേണമെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി 5-6 മാസത്തെ കുടിശ്ശിക വരുത്തിയാലും അത് തന്നു തീർക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കട്ടപ്പന മേഖലാ പ്രസിഡന്റ് സുജാത ഫ്രാൻസിസ് അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി ടെസി ടോണി, ലിസി ജെയിംസ്, സിൻസി ജേക്കബ് എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ മറ്റപ്പള്ളി സൂര്യകാന്തി കവല റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. പാത അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ നടപടിയില്ലാത്തതിനാൽ പല ഭാഗത്തും വെള്ളക്കെട്ട് മൂലം കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും ആശ്രയിക്കുന്ന പ്രധാന റോഡാണ് മറ്റപ്പള്ളി സൂര്യകാന്തി കവല റോഡ്. മറ്റപ്പള്ളിയിൽ നിന്നും സൂര്യകാന്തി കവലയ്ക്ക് വരുന്ന 2 കിലോമീറ്ററോളം ഭാഗത്താണ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടതിനാൽ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറി. ഇവിടുന്ന് ആനപ്പള്ളം വരെ എന്ന് പറഞ്ഞാൽ സ്കൂൾ കുട്ടികൾ ഇഷ്ടംപോലെ, ഈ സെൻറ്റ് ഫിലോമിനാസിൽ, അതുപോലെ മാട്ടുതാവളം, മേരുകുളത്ത് ഈ പഠിക്കുന്ന ഇഷ്ടം പോലെ കുട്ടികളെല്ലാം ഈ ബസ്സിനെ ആശ്രയിച്ച് പോകുന്നവരാ, ഈ പ്രൈവറ്റ് വണ്ടി ആശ്രയിച്ച് പോകുന്നവരാ. പിള്ളേരൊക്കെ ആണെങ്കിൽ ഓട്ടോയ്ക്ക് വരെ ഇവിടെ പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഒരു KSRTC ഇതിൽ വന്നതാണ്. ആ റോഡിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് അവരൊന്ന് റൂട്ട് നോക്കാൻ വന്നു, ആനപ്പള്ളം വരെ റൂട്ട് നോക്കാൻ വന്നു, അതൊന്ന് വന്നു പോയി. ഇപ്പോൾ ആകപ്പാടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് വണ്ടി ഓടുന്നുണ്ട്. എല്ലാ നേതാക്കന്മാർക്കും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർക്കും, MLA-മാർക്കും MP മാർക്കും എല്ലാം ഇതിൻ്റെ പരാതിയും എല്ലാ പാർട്ടിക്കാരും കൊടുക്കുന്നതാണ്. പക്ഷെ ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കൂടാതെ ഈ റോഡിലൂടെ ചീന്തലാർ 3-ാം ഡിവിഷൻ ഭാഗത്തേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നതിനു വേണ്ടി ആലോചനകൾ നടന്നിരുന്നു. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം സർവീസ് ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഒരു പ്രൈവറ്റ് ബസ് മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. റോഡിന്റെ പല ഭാഗത്തും സംരക്ഷണ ഭിത്തികൾ ഇടിഞ്ഞതായും പ്രദേശവാസികൾ പറയുന്നു. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ്. ഈ കെട്ട് നിലവിൽ ഇടിഞ്ഞിരിക്കുകയാണ്. വണ്ടി പോകുന്നത് പൂർണ്ണമായ അപകടാവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. താഴെ വലിയൊരു കൊക്കയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൊക്ക മറികടക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് അപകടങ്ങൾ നിരന്തരം, സ്കൂൾ വാഹനങ്ങളും നിരവധി വാഹനങ്ങൾ ഇതിലെ ഓടിക്കൊണ്ടിരിക്കുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ആധുനിക കുടുംബ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ മുതിർന്നവർ മാറ്റപ്പെടുമ്പോൾ അവർ ചെയ്ത സേവനങ്ങളെ ബോധപൂർവം വിസ്മരിക്കുന്ന വലിയൊരു അപരാധമാണ് ഇന്നത്തെ സമൂഹം ചെയ്യുന്നതെന്ന് മോൺസിഞ്ഞോർ ഫാദർ ജോസ് കരിവേലിക്കൽ ഇരട്ടയാർ അൽഫോൺസ ഭവനിൽ നടന്ന വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ലോക വയോജന ദിനം ഇടുക്കി രൂപതയിൽ വിപുലമായി ആചരിക്കണമെന്ന മാർ ജോൺ നെല്ലിക്കുന്നിൽ പിതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ അൽഫോൺസ ഭവനിൽ ലോക വയോജന ദിനാചരണം സംഘടിപ്പിച്ചത്. ഇടുക്കി രൂപതാ മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യൂസ് ആൻഡ് ത്രോ എന്നുവരെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഇനി ഇവരെ കൊണ്ട് പ്രയോജനമില്ല, ഒരു ഭാരമാണ്, ശല്യമാണ്, കുടുംബത്തിന് ബാധ്യതയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആധുനിക കാലഘട്ടത്തെ മറ്റൊരു തരത്തിൽ ചിന്തിപ്പിക്കുവാനുള്ള ഒരവസരമായിട്ട് ഈ ദിനാചരണത്തെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു പുതിയ ആധുനിക കുടുംബ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലൊക്കെ ചില കുടുംബങ്ങളിലൊക്കെ മുതിർന്ന മാതാപിതാക്കന്മാർക്ക് മാറ്റപ്പെടുമ്പോൾ അവർ ചെയ്ത സേവനത്തെയോ അവരുടെ സാന്നിധ്യത്തെയോ അവർ നൽകിയ നല്ല മാതൃകയൊക്കെ ബോധപൂർവം അവഗണിക്കുകയോ വിസ്മരിക്കുകയോ ചെയ്യുന്ന വലിയൊരു അപരാധമാണ് ഇന്നത്തെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഇത് വലിയൊരു തെറ്റാണ്, ഇവർ അംഗീകരിക്കേണ്ടതുണ്ട്. ഇവരാണ് നമ്മളായിരിക്കുന്ന ഈ അവസ്ഥകൾ എത്തിച്ചിരിക്കുന്നത് എന്ന് പുതുതലമുറയെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക, ഇവിടെ കടപ്പാട് അറിയിക്കുക, അവർ നൽകിയ നല്ല മാതൃകകളെ സ്വീകരിക്കുക. അവരുടെ വാർദ്ധക്യത്തിൽ അവർക്കാവശ്യമായ പരിഗണനയോ ശുശ്രൂഷയോ അംഗീകാരമോ ലഭിക്കാതെ പോകുന്ന സന്ദർഭങ്ങളിൽ അവരോടൊപ്പമായിരുന്നുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട്, നിങ്ങളെ വളർത്തി, ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും. കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ അധ്യക്ഷനായിരുന്നു.
ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് വയോജന ദിന സന്ദേശം നൽകി. വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു. കടലാരയിലും കാൽവരിയിലും കാലിത്തൊഴുത്തി കാനായിലും കടലാരയിലും കാൽവരിയിലും കാലം കാതോർത്തിരിക്കുന്ന വിടുത്ത് കാലൊച്ച കേട്ടിടുവാൻ അടിയണിരണീ സ്തുതികളിൽ വാഴീണീ ആരാധിക്കുന്നീ ഈശോയേ മിഴി പൂട്ടി നിന്റെ മൊഴി കേൾക്കുവാൻ കാരം കൂപ്പി നിന്നെ കണി കാണുവാൻ. രൂപത ജനറൽ സെക്രട്ടറി സിജോ ഇലന്തൂർ, സിസ്റ്റർ ജോളി SMS, രൂപത ട്രഷറർ ജോസഫ് ചാണ്ടി തേവറപറമ്പിൽ, വൈസ് പ്രസിഡന്റ് ജോസ് തോമസ് ഒഴുകയിൽ, അഗസ്റ്റിൻ പരത്തിനാൽ, ടോമി ഇളംതുരുത്തി, ജോയി വള്ളിയാന്തരം എന്നിവർ സംസാരിച്ചു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി വയോജനങ്ങളെ ആദരിക്കലും സ്നേഹസമ്മാന വിതരണവും സ്നേഹവിരുന്നും നടന്നു. കത്തോലിക്ക കോൺഗ്രസ് രൂപത ഭാരവാഹികളായ ബിനോയ് കളത്തുകുന്നേൽ, ആദർശ് മാത്യു തുടങ്ങിയവർ നേതൃത്വം നൽകി. എഴുകുമ്പയിൽ സ്പൈസ് വാലി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വയോജന ദിനാചരണവും വീൽ ചെയർ വിതരണവും നടത്തി. റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ശിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. എഴുകുംവയൽ ജയ്മാതാ ഭവനിൽ വെച്ചാണ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ച 4ാമത് ലോക വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി നടന്ന ചടങ്ങിലാണ് വീൽചെയർ വിതരണം ചെയ്തത്. പ്രായഭേദം, വിവേചനം, ദാരിദ്ര്യം എന്നിവയുൾപ്പെടെയുള്ള നിരവധി വെല്ലുവിളികൾ പ്രായമായവരും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അവർ പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾക്കും ദുരുപയോഗത്തിനും ഇരയാകുന്നു. പ്രായമായവരെ ബാധിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും അവരുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള അവസരമാണ് വയോജന ദിനം. റോട്ടറി ഡിസ്ട്രിക്ട് ചെയർമാൻ ശിഹാബ് ഈട്ടിക്കൽ ഉദ്ഘാടനം ചെയ്തു. വയോജന ദിനമായി ആചരിക്കുന്ന ഈ വേളയിൽ തന്നെ റോട്ടറി സ്പൈസ് വാലിയുടെ നേതൃത്വത്തിൽ ഇവിടെയുള്ള ആളുകളെ ആദരിക്കാനും അവരോടൊപ്പം ഒരു ദിവസം ചെലവഴിക്കാനും തീരുമാനിച്ച് റോട്ടറി ക്ലബിനെ സംബന്ധിച്ചോളം വളരെ സന്തോഷകരമായ ഒരു ദിവസം കൂടിയാണ്. റോട്ടറി ക്ലബിനെ സംബന്ധിച്ചോളം റോട്ടറി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള സഹജീവികളെ സഹായിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി 1905 രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് റോട്ടറി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇവിടെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ 2 വർഷക്കാലമായി ആദ്യത്തെ റോട്ടറിയുടെ പ്രസിഡന്റ് ഇവിടെ ഇരിക്കുന്നുണ്ട്, റോട്ടറി സാബു മാരിയിൽ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും തുടർന്ന് ജെയ്സ് മണിക്കാരങ്ങളുടെ നേതൃത്വത്തിലും നമ്മുടെ ഈ എഴുമ്പേലിൻ്റെ എല്ലാ മേഖലകളിലും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെല്ലാം നിറസാന്നിധ്യമായി നിന്ന് പ്രവർത്തിക്കുവാനായിട്ട് റോട്ടറി സ്പൈസ് വാലിക്ക് സാധിച്ചിട്ടുണ്ടാകാൻ യാതൊരു സംശയമില്ല. ചടങ്ങിൽ ജയ്മാതാ ഭവനിൽ സേവനം ചെയ്യുന്നവരെ ആദരിച്ചു. സ്പൈസ് വാലി റോട്ടറി ക്ലബ് പ്രസിഡന്റ് റാണ തോണക്കര അധ്യക്ഷനായിരുന്നു. ഫാദർ ജോസഫ് എടാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ഫാദർ ലിബിൻ വള്ളിയാംതടത്തിൽ, സിസ്റ്റർ ജോസിയ, സിസ്റ്റർ ഡെനി മരിയ, സാബു മാലിയിൽ, സെക്രട്ടറി ജോൺസൺ പള്ളിയാടിയിൽ, സാന്റി പാറത്തറ, ഷിൻസ് പൊറ്റനാനി തുടങ്ങിയവർ സംസാരിച്ചു. SNDP യോഗം കട്ടപ്പന നോർത്ത് ശാഖയിൽ പ്രവർത്തക സമ്മേളനവും മഹാഗുരുപൂജയും സംഘടിപ്പിച്ചു. ആചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ അനുഗ്രഹ പ്രഭാഷണം നടത്തി. യോഗം SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് വിധുവെ സോമൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അനീതികളിൽ നിന്നും കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ച ഗുരുവിന്റെ വചനങ്ങൾ ഓരോ ഭക്തനും അനുവർത്തിച്ചു പോരുകയാണ്. ഗുരുചിന്തകൾ പങ്കുവെച്ചുകൊണ്ടാണ് കട്ടപ്പന നോർത്ത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക സമ്മേളനം സംഘടിപ്പിച്ചത്. സമ്മേളനത്തിന് മുന്നോടിയായി മഹാഗുരുപൂജ നടന്നു. ശിവഗിരി മഠം ആചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശം സ്വാമികൾ മഹാഗുരുപൂജയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധു എ സോമൻ പ്രവർത്തക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ആ പദം തേടിയുള്ള ഒരു യാത്ര, ഗുരുപദം എന്ന് പറയാം. ആവശ്യമായി പറഞ്ഞപ്പോൾ എഴുതിയിരുന്നപ്പോൾ ആ പേര് അർത്ഥവത്തായി തോന്നി എന്ന് കരുതുകയാണ്.
വളരെ അത്യന്തരമായ രാവിലത്തെ ഗുരുപൂജ. അവിടെ നമ്മൾ ഭഗവാൻ കൃഷ്ണനെ പ്രാർത്ഥിച്ചു, ശ്രദ്ധിച്ചു, ശിവഭഗവാനെ പ്രാർത്ഥിച്ചു, എല്ലാവരെയും പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങനെ ഒരു മനസ്സ് നിറഞ്ഞു തന്നെ നിൽക്കുകയാണ്. വരും നാളുകളിൽ ഓരോ കുടുംബയോഗങ്ങളിലും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് സമ്മേളനത്തിൽ നിർദ്ദേശം നൽകി. ആചാര്യൻ ശ്രീമദ് ഗുരുപ്രകാശൻ സ്വാമികൾ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശാഖായോഗം പ്രസിഡന്റ് പി കെ ജോഷി അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മനോജ് പദാലിൽ, SNDP യോഗം ഇൻസ്പെക്ടിംഗ് ഓഫീസർ PR മുരളീധരൻ, ശാഖായോഗം വൈസ് പ്രസിഡന്റ് KS രാജീവ്, വനിതാ സംഘം പ്രസിഡന്റ് നിഷ ബൈജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് അരുൺ വി രാജ്, കുമാരി സംഘം സെക്രട്ടറി ആവണി പ്രമോദ്, യൂണിയൻ കമ്മിറ്റി അംഗം EK ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. കട്ടപ്പന അമ്പലക്കവലയിൽ സൗജന്യ ക്യാൻസർ സാധ്യതാ പരിശോധന ക്യാമ്പ് നടന്നു. SNDP യോഗം മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം മലനാട് യൂണിയൻ യൂത്ത് മൂവ്മെന്റിന്റെയും SNDP യോഗം കട്ടപ്പന ശാഖയുടെയും കാർക്കിനോസ് ഹെൽത്ത് കെയർ കേരളയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമ്പലക്കവല SN സ്റ്റഡി സെന്ററിൽ സംഘടിപ്പിച്ച ക്യാൻസർ സാധ്യതാ പരിശോധനാ ക്യാമ്പ് മലനാട് യൂണിയൻ വൈസ് പ്രസിഡന്റ് വിധുവേ സോമൻ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന ജീവിതശൈലിയുടെ ഭാഗമായി പലതരത്തിലുള്ള രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിനെ സമയബന്ധിതമായി കണ്ടെത്തുവാൻ കഴിയണം. അതിനുവേണ്ടി ഒരു ടീമുകൾ സജ്ജമായി വരുന്ന രോഗാവസ്ഥയുള്ള ആളുകളാണെങ്കിൽ അവരെ സഹായിക്കുവാനും അതിൻ്റെ തുടർ ചികിത്സയുടെ ഫോളോ അപ്പ് ചെയ്യുവാനും ഒക്കെ സജ്ജമായി നമുക്കൊരു ടീമുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ഹൈറേഞ്ച് മേഖലയിൽ അർബുദബാധ മൂലം ദുരിതം അനുഭവിക്കുന്നവരും മരണപ്പെടുന്നവരും അനവധിയാണ്. അർബുദ രോഗത്തെപ്പറ്റി ആരംഭത്തിൽ തന്നെ അറിഞ്ഞാൽ ശരിയായ ചികിത്സ നൽകി പൂർണ്ണമായും ഭേദമാക്കുവാൻ കഴിയുമെന്ന വൈദ്യശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞു. നിർഭാഗ്യവശാൽ പലരും ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്താറില്ല. അതിനാൽ അർബുദ രോഗം ഗുരുതരാവസ്ഥയിലെത്തുകയും രോഗിക്ക് മരണം വരെ സംഭവിക്കുകയും ചെയ്യുന്നു. ഒരു രോഗലക്ഷണവും ഇല്ലാത്തപ്പോൾ നമുക്ക് മുഴ ഉണ്ടായിട്ടല്ല ചെയ്യുന്നത്, നമ്മൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് മുഴ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ആരംഭത്തിൽ തന്നെ കണ്ടെത്താൻ പറ്റും. നമുക്ക് വേഗം ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ പലരോടും വേറൊരു ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അവർ പറയും, അയ്യോ ഡോക്ടറെ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് എനിക്ക് ചെയ്യേണ്ട, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പം അതാണ് ഞാൻ ഈ സ്ക്രീനിങ്ങിനെ അടുത്തടുത്ത് വീണ്ടും പറയുന്നത്. ഒരു രോഗലക്ഷണം ഇല്ലാത്ത ആൾക്കാരിൽ ചെയ്യേണ്ട കാര്യമാണ് സ്ക്രീനിങ്. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് ചാളനാട്ട് അധ്യക്ഷനായിരുന്നു. ബിനു പാറയിൽ, സജീന്ദ്രൻ പൂവാങ്കൽ, വിഷ്ണു കാവനാൽ, അഭിഷേക് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശരത് കുമാർ PR ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തങ്കമണി ഗവൺമെന്റ് ഹൈസ്കൂളിലെ കുട്ടികളുടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ PTA പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷനായിരുന്നു. തങ്കമണി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശരത് കുമാർ PR ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. HM ഇൻചാർജ് പ്രഭ ES, തോമസ് AF, അലീന സോജൻ, ഓമന സലീം, അനീറ്റ ചാക്കോ, അനീഷ് പീറാം തുടങ്ങിയവർ നേതൃത്വം നൽകി. കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ 3ാമത് വാർഷികാഘോഷവും ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു. രാജകുമാരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വാർഷികാഘോഷം ലയൺസ് ക്ലബ്ബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തനം ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോൾ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നത്. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും സ്കൂളുകളിൽ മത്സരങ്ങളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുകയും ചെയ്തു. കാടുമൂടിയ സംസ്ഥാന പാതയോരങ്ങൾ ശുചീകരിച്ചു. നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള സഹായങ്ങൾ നൽകി. ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ചികിത്സാ സഹായങ്ങൾ നൽകി. രാജകുമാരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ കുട്ടികൾക്കായി കളിസ്ഥലം നിർമ്മിച്ചു. ഇത്തരം നിരവധി സേവന പ്രവർത്തനങ്ങളാണ് കുരുവിള സിറ്റി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയത്. വരും വർഷക്കാലത്തേക്കുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് 3ാം വാർഷികാഘോഷവും ജീവകാരുണ്യ പദ്ധതികളുടെ ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവുമാണ് നടന്നത്. രാജകുമാരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KB ഷൈൻകുമാർ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു.
രാജകുമാരിയോടൊത്തും അതുപോലെ തന്നെ രാജക്കാരുകളൊന്നും കൂടി സംയുക്തമായി തുടങ്ങിയ ബൃഹത്തായ ഇത് മാറുന്നുവെന്നത് അഭിമാനമുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായും വീടുകൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഭാഗമായും വിശ്വത്തിന്റെ വഴിയായി പ്രവർത്തിക്കാനും ഒത്തിരിയേറെ ഹ്യൂമാനിറ്റേറിയൻ സംരക്ഷിക്കാനും ട്രൈബൽ ഏരിയകൾ തിരഞ്ഞെടുത്ത് അവരെ സഹായിക്കുവാനും അതുപോലെ വായനക്കടയിൽ ഒരു ലൈബ്രറി വെച്ചുകൊണ്ട് ഈ ഗ്രാമീണ മേഖലയെ സാക്ഷരതയിലേക്ക് കൊണ്ടുവരാക്കുവാനൊക്കെ വളരെ മുന്നിട്ടിറങ്ങിയ ഈ ലയൺസ് ക്ലബിന്റെ ചാർട്ടർ പ്രസിഡന്റ് അടക്കം ഈ ലയൺസ് ക്ലബിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഡിസ്ട്രിക്ട് തിരുവനന്തപുരത്തിന്റെ പേരിൽ എന്റെ ആദ്യത്തെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രിൻസ് മാത്യു പ്രസിഡന്റായും ഷാജി സി ജോസഫ് സെക്രട്ടറിയായും എബിൻസ് ജോൺ ട്രഷററുമായുള്ള 14-അംഗ ഭരണസമിതി ചുമതലയേറ്റു. രാജകുമാരിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും ആദിവാസി കുടുംബങ്ങൾക്ക് കമ്പിളി വസ്ത്രങ്ങളും കുടകളും നൽകി. കുടിവെള്ള പദ്ധതിക്കായി സേനാപതി ഗ്രാമപഞ്ചായത്തിന് 2 സെന്റ് സ്ഥലം വിട്ടുനൽകിക്കൊണ്ടും 2024-25 വർഷത്തെ ജീവകാരുണ്യ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു. വരും വർഷങ്ങളിൽ നിർധനരായവർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുവാനുള്ള പദ്ധതിക്കും തുടക്കമായി. പദ്ധതികളുടെ ഉദ്ഘാടനം GLT കോർഡിനേറ്റർ ഷൈനു സുകേഷ് നിർവഹിച്ചു. മികച്ച ലയൺസ് ക്ലബ് പ്രവർത്തകരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ലയൺസ് ക്ലബ് സോണൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുട്ടി, മാധ്യമരംഗത്തെ സേവനങ്ങൾ പരിഗണിച്ച ജോജി ജോൺ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചീഫ് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ പുതുതായി എത്തിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നു. ക്ലബ് പ്രസിഡന്റ് ഏബിൾ മാത്യുവിന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷത്തിൽ റീജിയണൽ ചെയർമാൻ സന്തോഷ് കുമാർ, ജോർജ് അരീപ്ലാക്കൽ, ബിജു വർഗീസ്, ലിജു വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മഴ ശക്തമായതോടെ ഉപ്പുതറ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം സജീവമായി. വാഗമണ്ണിൽ ഉൾപ്പെടെ എത്തുന്ന സഞ്ചാരികൾ ഇപ്പോൾ കല്ലാറ്റുപാറ വെള്ളച്ചാട്ടവും ആസ്വദിച്ചാണ് മടങ്ങുന്നത്. വെള്ളച്ചാട്ടങ്ങളുടെ നാടാണ് ഇടുക്കി. വേനൽക്കാലത്ത് നീരൊഴുക്ക് നിലയ്ക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ മഴക്കാലമാകുന്നതോടെ സജീവമാകും. ഉപ്പുതറ കല്ലാറ്റുപാറ അടുത്ത കാലം വരെ വിനോദസഞ്ചാരികൾക്ക് അത്ര പരിചിതമല്ല. എന്നാൽ ഇപ്പോൾ ദിവസേന 100 കണക്കിന് സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. நல்லா இருக்கு. சில கிளைமேட் இப்போ நல்லா இருக்கு. வாட்டர்ஃபால் இந்த முந்து கம்மியா இருக்கும். இப்போ நல்லா ஃப்ளோவா நல்லா தான் வரும். பரவாயில்லை, நல்லா இருக்கு. തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെയുള്ള സഞ്ചാരികൾ കല്ലാറ്റുപാറയുടെ സൗന്ദര്യം ആസ്വദിക്കുവാൻ എത്തുന്നു. മണിക്കൂറുകളോളം വെള്ളച്ചാട്ടത്തിൽ ഉല്ലസിച്ചാണ് ഇവർ മടങ്ങുക. ഞങ്ങൾ കോയമ്പത്തൂരിൽ നിന്ന് കോളേജ് ലീവായപ്പോൾ വന്നതാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് വാട്ടർഫോൾസിനൊക്കെ വരുന്നത്. അവിടെ അങ്ങനത്തെ വാട്ടർഫോൾസ് ഒന്നും ഇല്ല കോയമ്പത്തൂരിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വാഗമണ്ണിൽ നിന്ന് ഓഫ് റോഡ് സവാരി നടത്തിയാണ് സഞ്ചാരികൾ കല്ലാറ്റുപാറയിൽ എത്തുന്നത്. വാഗമണ്ണി വരുന്ന ഗസ്റ്റുകൾ കൂടുതലായിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടമാണ്, അതുകൊണ്ട് ഗസ്റ്റുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അതെ, ഡെവലപ്പ് ചെയ്തായിരുന്നേ കുറച്ചും കൂടെ നല്ലതായിരുന്നു. പുതിയതായിട്ട് ഈ പ്രാവശ്യമാണ് ഇത്രയും ടൂറിസ്റ്റുകൾ ഇങ്ങോട്ട് അധികമായിട്ട് വരുന്നത്. കുട്ടികൾക്കും പിന്നെ മുതിർന്നവർക്കും എല്ലാം വന്ന് ഇതിനകത്ത് വന്ന് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. വേറെ അങ്ങോട്ട് പോയാൽ അവിടെയൊക്കെ ഉളുപ്പോണിയിൽ അവിടെ വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ആകുമ്പോൾ അത്യാവശ്യം വെള്ളം കുറവാണ്, അതിൻ്റെ ആയിട്ട് നല്ല വെള്ളച്ചാട്ടവും ഉണ്ട്. വനത്തിനുള്ളിലെ പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞ് താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം, അതിൽ ചാടിമറിഞ്ഞ് എല്ലാം മറന്ന് കുറേ സമയം മനസ്സിനെയും ശരീരത്തിനെയും ഒരുപോലെ തണുപ്പിച്ച് ഒഴുകുകയാണ് കല്ലാറ്റുപാറ വെള്ളച്ചാട്ടം. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിമാലി വാളറ 5-ാം മൈൽക്കുടിയിൽ ആദിവാസി യുവതിയെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് 5-ാം മൈൽക്കുടി സ്വദേശിനി ജലജ. സംഭവത്തിൽ ജലജയുടെ ഭർത്താവ് ബാലകൃഷ്ണൻ പോലീസ് കസ്റ്റഡിയിൽ. LDF ജില്ലാ കൺവീനർ സ്ഥാനത്തു നിന്നും തന്നെ നീക്കിയത് പാർട്ടിയുടെ നയപരമായ തീരുമാനത്തിന്റെ ഭാഗമായാണെന്ന് KK ശിവരാമൻ. LDF കൺവീനർമാർ പാർട്ടി ജില്ലാ സെക്രട്ടറിമാരായിരിക്കണമെന്ന തീരുമാനമുണ്ട്. അതിന്റെ ഭാഗമായാണ് തന്നെ നീക്കിയതെന്നും ശിവരാമൻ.
ഉപ്പുതറ 3-ാം ഡിവിഷനിലെ ലയങ്ങളുടെ മേൽക്കൂരകൾ ശക്തമായ കാറ്റിലും മഴയിലും തകർന്നു. ഇതോടെ തൊഴിലാളികൾ കഴിയുന്നത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ലയങ്ങളിൽ ജീവൻ പണയം വെച്ച് അടിമാലി ആനച്ചാൽ 2-ാം മൈൽ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് കൂറ്റൻ മരശിഖരം ഒടിഞ്ഞു വീണു. പൊതുവിപണിയിലെ വിലക്കയറ്റം ഹോട്ടൽ വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. പച്ചക്കറികളുടെയും മാംസത്തിന്റെയും അടക്കം വില വർദ്ധിച്ചതോടെ പല ചെറുകിട ഹോട്ടലുകളുടെയും പ്രവർത്തനം പ്രതിസന്ധിയിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.